തിരികെ ഗൾഫ് വാർത്തയിലേക്കാണ്. ഗസ വെടിനിർത്തൽ കരാർ മേഖലയിലും അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലും ആക്രമണങ്ങളും മനുഷ്യക്കുരുതികളും അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി. എക്സ്പോസ്റ്റിലാണ് അമീർ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച വെടിനിർത്തൽ നിലവിൽ വരും. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും പ്രമേയങ്ങൾക്കും അനുസൃതമായി ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ഗൗരവമേറിയ ശ്രമങ്ങൾക്കുള്ള തുടക്കമാവട്ടെ ഇതെന്നും അമീർ പ്രതികരിച്ചു. കരാറിന് അന്തിമരൂപം നൽകാനുള്ള ഖത്തറിന്റെ നയതന്ത്രപരമായ പങ്കാളിത്തം രാഷ്ട്രീയത്തിനുപരി മാനുഷികമായ ഉത്തരവാദിത്തമാണെന്നും ഈജിപ്തിനും യുഎസിനും നന്ദി അറിയിക്കുന്നതായും അമീർ കൂട്ടിച്ചേർത്തു. ബുധനാഴ്ച രാത്രിയാണ് ഖത്തറിന്റെയും അമേരിക്കയുടെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതായി ഖത്തർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 42 ദിവസത്തെ കരാറിന്റെ ആദ്യഘട്ടത്തിൽ 33 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാമെന്ന വ്യവസ്ഥയാണ് കരാറിലുള്ളത്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടുന്ന സാധാരണക്കാരായ രോഗികളെയും പരിക്കേറ്റവരെയുമാണ് ഈ ഘട്ടത്തിൽ പരിഗണിക്കുക. പകരം 100 ഹമാസ് ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിക്കും. 33 ഇസ്രായേൽ ബന്ദികളിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നതിനെ ആശ്രയിച്ച് വിട്ടയക്കുന്ന ഹമാസ് ബന്ദികളുടെ എണ്ണത്തിലും മാറ്റമുണ്ടാകും. ഇസ്രായേൽ ബന്ദികൾക്ക് പകരമായി 2ഉം 3ഉം ഘട്ടങ്ങളിൽ എത്ര തടവുകാരെ കൈമാറുമെന്ന കാര്യത്തിൽ ആദ്യ 42 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗസയിൽ ബന്ദികളാക്കപ്പെട്ട 94 ഇസ്രായേൽ ബന്ദികളിൽ 34 പേർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 42 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഗസയെ നടുകെ പിളർത്തി ദക്ഷിണ വടക്കൻ മേഖലകൾക്ക് നടുവിൽ പുതുതായി ഇസ്രായേൽ നിർമ്മിച്ച നെറ്റ്സാറിം അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സേന ആദ്യഘട്ടത്തിൽ തന്നെ പിന്മാറും. ഗസയിൽ നിന്നും കുടിയിറക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്നതിനും ഈ കാലയളവിൽ അനുവാദമുണ്ടാകും. റഫ അതിർത്തിയോട് ചേർന്ന് ഫിലാഡൽഫിയ ഇടനാഴിയിലെ ഇസ്രായേൽ സൈനിക സാന്നിധ്യവും ഗണ്യമായി കുറയും. വടക്കൻ ഗസയിലേക്ക് കാറുകളുടെ പ്രവേശനം നിയന്ത്രിക്കാൻ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക വിഭാഗം പ്രവർത്തിക്കും. തെക്കൻ ഗസയിൽ കുരുങ്ങിക്കിടക്കുന്ന വടക്കൻ ഗസയിലെ ജനങ്ങൾക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാനും അവസരമൊരുങ്ങും. ഓരോ ദിവസവും 600 സഹായ ട്രക്കുകൾ ഗസയിലെത്താനും കരാറിൽ വ്യവസ്ഥയുണ്ട്. 42 ദിവസത്തെ ആദ്യഘട്ടം നടപ്പാക്കിയതിനു ശേഷം 16 ദിവസത്തെ രണ്ടാം ഘട്ടം ആരംഭിക്കും. പുരുഷ സൈനികർ, പ്രായമുള്ളവർ, കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ എന്നിവയുടെ കൈമാറ്റം ഈ ഘട്ടത്തിലാണ് നടക്കുകയെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം നിർദ്ദിഷ്ട കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഗസയ്ക്കുള്ളിൽ ഒരു ബഫർ സോൺ നിലനിർത്തുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അൻവർ പാലേരി, 24 ദോഹ. വിദേശ തീർത്ഥാടകർക്ക് ഹജ്ജ് നിർവഹിക്കാൻ ഹജ്ജ് വിസ നിർബന്ധമെന്ന് ഓർമ്മിപ്പിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയം വക്താവ്. മറ്റ് വിസയിലുള്ളവർക്ക് ഹജ്ജിന് അവസരം നൽകില്ലെന്ന് തലാൽ അൽ ഷൽഹൂബ് മലയാള മാധ്യമങ്ങളോട് പറഞ്ഞു. ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് എക്സ്പോയിൽ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഹജ്ജ് സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ സേവനങ്ങളും എക്സ്പോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് എക്സ്പോയിൽ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പവലിയൻ നിരവധി സന്ദർശകരെയാണ് ആകർഷിക്കുന്നത്. ഹജ്ജ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം നിർവഹിക്കുന്ന സേവനങ്ങൾ എക്സ്പോയിൽ പരിചയപ്പെടുത്തുന്നു. സുഗമമായ ഹജ്ജ് നിർവഹിക്കാൻ തീർത്ഥാടകർക്ക് അവസരമൊരുക്കുമെന്നും ഹജ്ജ് നിർവഹിക്കുന്ന വിദേശ തീർത്ഥാടകർ നിർബന്ധമായും ഹജ്ജ് വിസ കരസ്ഥമാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ വക്താവ് തലാൽ അബ്ദുൽ മുഹ്സിൻ അൽ ഷൽഔബ് ഓർമ്മിപ്പിച്ചു. എക്സ്പോ സന്ദർശിക്കാനെത്തിയ മലയാള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. تشارك وزارة الداخلية في معرض ومؤتمر الحج المقام في نسخته الرابعة في مدينة جدة في سوبردوم تعرف زوار المعرض بما توليه حكومة خادم حرمين الشريفين وسمو سيدي والعهد من جهود مبذولة خدمة ضيوف الرحمن. اليوم أنتم متواجدين في معرض وزارة الداخلية ممثلة في إمارات المناطق وقطاعات الأمنية لنعرفكم بالتقنيات الأمنية التي تعزز عمل رجل الأمن والمرتبطة بالذكاء الاصطناعي مثل المسار الذكي والخدمات الإنسانية في مركز العمليات الأمنية 911، كذلك الطائرات من الطيار وفق اختصاص القطاع، كذلك الخدمات الصحية المقدمة من قبل الإدارة العامة للخدمات الطبية وما تقدمه وكالة الأحوال من خدمات عبر منصة أبشر بتقديم الوقائع المدنية وطباعة تصريح الحج. كذلك نؤكد للجميع ونعرف على حملاتنا التوعوية الخاصة بحملة لا حج بلا تصريح. وتؤكد وزارة الداخلية أنه لا يحق لحامل التأشيرات السياحية أو الزيارة بالحج، ويسمح فقط لحاملي التأشيرات الحج. كذلك ما يتعلق بالمواطن والمقيم بتصاريح الحج الخاصة الصادرة من الجهات المختصة بالتنسيق مع وزارة الحج. ആഭ്യന്തര തീർത്ഥാടകർക്ക് ഹജ്ജ് നിർവഹിക്കാൻ പെർമിറ്റ് നിർബന്ധമാണ്. രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും അത് നിർബന്ധമാണെന്നും തലാൽ അൽ ഷൽഔബ് പറഞ്ഞു. ജലീൽ കണമംഗലം, 24 ജിദ്ദ.
ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് ഉംറ കോൺഫറൻസും എക്സിബിഷനും ഇന്ന് സമാപിക്കും. നിരവധി രാജ്യങ്ങളുമായുള്ള ഹജ്ജ് കരാറുകൾ സമ്മേളനത്തിൽ ഒപ്പുവച്ചു. ഹജ്ജ് ഉംറ സേവനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ ചർച്ചകളും പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു. 4 ദിവസങ്ങളായി ജിദ്ദ സൂപ്പർ ഡോമിൽ നടക്കുന്ന 4ാമത് ഹജ്ജ് ഉംറ കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ ഇന്ന് രാത്രിയോടെ സമാപിക്കും. ഹജ്ജ് ഉംറ തീർത്ഥാടനവും സേവനവും മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിരവധി ചർച്ചകളും പ്രഭാഷണങ്ങളും എക്സ്പോയിൽ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റാലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ മേഖലകളിൽ തീർത്ഥാടകർക്ക് സേവനം ചെയ്യുന്ന നിരവധി കമ്പനികൾ പുതിയ സേവന പദ്ധതികൾ പരിചയപ്പെടുത്തി. പുണ്യസ്ഥലങ്ങളിൽ കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളാവുന്ന മൾട്ടി സ്റ്റോറി ടെന്റുകളും ടെന്റുകൾക്കുള്ളിലെ താമസ സൗകര്യവുമെല്ലാം പ്രദർശിപ്പിച്ചു. പ്രവാചകന്റെ കാലത്തെ മദീനയുടെ 3D ദൃശ്യങ്ങൾ സന്ദർശകർക്ക് നവ്യാനുഭവമായിരുന്നു. ഇവര് 2030 മിഷനായിട്ട് ഇവര് ചെയ്തു കൂട്ടുന്ന പല നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ആയാലും പിന്നെ ബാക്കിയുള്ള അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭാവിയിലെ ഫ്യൂച്ചറിൽ ഇവര് സൗദി ഗവൺമെന്റ് ഹജ്ജും ഉംറയുടെ എന്തൊക്കെയാണ് ഇവരെ പ്ലാൻ, അതൊക്കെ ഇതിലുണ്ട്. പിന്നെ വളരെ സന്തോഷം എന്നുള്ളതെന്ന് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ഒരു AI വീഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ പഴയ കാലത്ത് നബി ഹിജ്റ വന്ന് മദീനയിൽ ഇറങ്ങി മുതലുള്ള ഒരു നമ്മൾ ശരിക്ക് ആ പഴയ കാലത്തേക്ക് പോയി. മാഷാ അല്ലാഹ്. വിശുദ്ധ കഅബയുടെ അകംകാഴ്ചകളും പുണ്യസ്ഥലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളുമെല്ലാം ഇവിടെ കാണാം. ആഭ്യന്തര മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ഹജ്ജ് ഉംറ മന്ത്രാലയം തുടങ്ങിയവയുടെ സ്റ്റാളുകൾ സർക്കാർ ചെയ്യുന്ന ഹജ്ജ് സേവനങ്ങൾ സന്ദർശകർക്ക് അടുത്തറിയാനുള്ള അവസരം നൽകി. ചർച്ചകളിൽ 120-ലേറെ പ്രഭാഷകരാണ് പങ്കെടുത്തത്. 950-ലേറെ അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായുള്ള ഹജ്ജ് കരാർ സമ്മേളനത്തിന്റെ ഭാഗമായി ഒപ്പുവെച്ചു. 280-ലേറെ സ്റ്റാളുകളും 250-ലേറെ ഹജ്ജ് സേവന കരാറുകളും എക്സ്പോയുടെ പ്രത്യേകതകളായിരുന്നു. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ആരോഗ്യമേഖലയിലെ സ്ഥാപനങ്ങളും എക്സ്പോയുടെ ഭാഗമായി. നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി എങ്ങനെ ഹജ്ജ് സേവനം മെച്ചപ്പെടുത്താം എന്നതാണ് പ്രധാനമായും ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു എക്സിബിഷൻ. ജിദ്ദ സൂപ്പർ ഡോമിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഗ്രീൻ എനർജി കൈമാറ്റത്തിനായി സമുദ്രാന്തര കേബിൾ പദ്ധതിക്കൊരുങ്ങി UAE. ഇറ്റലിയും അൽബേനിയയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്കായി $100 കോടി കരാർ ഒപ്പിട്ടു. 3 വർഷത്തിനകം പദ്ധതി യാഥാർത്ഥ്യമാക്കും. അഡ്രിയാറ്റിക് കടലിന് കുറുകെയാണ് വൻ പദ്ധതി UAE പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറ്റലിയും അൽബേനിയയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. അബുദാബിയിൽ നടന്ന വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയിലെ ചടങ്ങിൽ ഇതുമായി ബന്ധപ്പെട്ട് $100 കോടി കരാർ ഒപ്പിട്ടു. അൽബേനിയയിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് സമുദ്രാന്തര കേബിളുകൾ വഴി ഇറ്റലിയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. UAE വ്യവസായ മന്ത്രിയും COP28 പ്രസിഡന്റുമായ ഡോക്ടർ സുൽത്താൻ അൽ ജാബിർ, അൽബേനിയൻ ഉപപ്രധാനമന്ത്രിയും അടിസ്ഥാന സൗകര്യ ഊർജ്ജ മന്ത്രിയുമായ ബെലിൻഡ ബെല്ലുക്കു, ഇറ്റാലിയൻ പരിസ്ഥിതി ഊർജ്ജ സുരക്ഷാ മന്ത്രി ഗിൽബർട്ടോ പിക്കറ്റോ ഫ്രാറ്റിൻ എന്നിവർ ചേർന്നാണ് കരാർ ഒപ്പിട്ടത്. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം 3 ഇരട്ടിയാക്കാനും കാർബൺ കുറയ്ക്കാനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇതിലൂടെ സാധിക്കുമെന്ന് ഡോക്ടർ സുൽത്താൻ അൽ ജാബിർ അഭിപ്രായപ്പെട്ടു. പദ്ധതിയിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു. 3 വർഷത്തിനകം പദ്ധതി പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. നൂതന സാങ്കേതിക സംവിധാനങ്ങളോടെ സുസ്ഥിര ഭാവി ഉറപ്പാക്കുന്നതിനായി എഫത്ത് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ജിദ്ദയിൽ സെമിനാർ സംഘടിപ്പിച്ചു. സുസ്ഥിര ഭാവി യാഥാർത്ഥ്യമാക്കാനുള്ള തലമുറയെ വളർത്തിയെടുക്കലാണ് ലക്ഷ്യമെന്ന് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഹൈഫ ജമലല്ലൈലി പറഞ്ഞു. സുസ്ഥിരമായ ഭാവിക്ക് യന്ത്രമനുഷ്യ സങ്കലനം എങ്ങനെ സാധ്യമാക്കാം എന്നാണ് ജിദ്ദയിലെ എഫത്ത് യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ലേണിംഗ് ആൻഡ് ടെക്നോളജി കോൺഫറൻസ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഹ്യൂമൻ മെഷീൻ ഡൈനാമിക് ഫ്യൂവലിംഗ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നായിരുന്നു 2 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിന്റെ പ്രമേയം. CES കൺസൾട്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ദീന ഹസൻ അൽ നഹിദി, കിങ് അബ്ദുല്ലസീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മുഹമ്മദ് സലിം അലൂനി, എൽസ്വേദി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അഹമ്മദ് ഹസൻ എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പഠനത്തെയും നൂതനമായ സാങ്കേതിക സംവിധാനങ്ങളെയും സമന്വയിപ്പിച്ച് സുസ്ഥിര ഭാവി യാഥാർത്ഥ്യമാക്കാനുള്ള തലമുറയെ വളർത്തിയെടുക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എഫത്ത് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഹൈഫ ജമലല്ലൈലി 24-നോട് പറഞ്ഞു. So this event, which is really the 22nd conference, over the years we've been doing this since 2002 till now. It's very important really to connect between learning and technology. So the technology these days are the one that really help us reduce our footprint in the whole world. So we said how we teach sustainability and how we really reduce our footprint from the world community, and this will be able really to contribute and impact sustainability around the world.
ലോകമെമ്പാടുമുള്ള 330 എഴുത്തുകാരും ഗവേഷകരും അവതരിപ്പിച്ച 117 പ്രബന്ധങ്ങളിൽ 70 പ്രബന്ധങ്ങൾ സർവകലാശാല അവലോകനം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തതായി ഡോക്ടർ ഹൈഫ പറഞ്ഞു. വിദ്യാഭ്യാസം, പരിസ്ഥിതി, സാമൂഹികം, സാമ്പത്തികം തുടങ്ങി വിവിധ മേഖലകളിലെ നവീകരണം വിദഗ്ധരടങ്ങിയ പാനൽ ചർച്ച ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം, വിഭവശോഷണം, സാമൂഹിക അസമത്വം തുടങ്ങിയവയ്ക്കുള്ള സാങ്കേതിക പരിഹാരങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായി. ട്രസ്റ്റീസ് ബോർഡ് വൈസ് ചെയർപേഴ്സണും എഫത്ത് സർവകലാശാലയുടെ ജനറൽ സൂപ്പർവൈസറുമായ ലുൽവ അൽ ഫൈസൽ രാജകുമാരിയുടെ രക്ഷാകർതൃത്വത്തിലാണ് സമ്മേളനം നടന്നത്. കോളേജ് ഡീൻ ഡോക്ടർ അഖീല പ്രാരംഭ പ്രസംഗം നടത്തി. പ്രമേയത്തോടനുബന്ധിച്ച് വിവിധ ഇന്റർനാഷണൽ സ്കൂളുകൾ ഒരുക്കിയ എക്സിബിഷനിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ മികവ് പുലർത്തുകയും സമ്മാനം നേടുകയും ചെയ്തു. ജലീൽ കണ്ടമംഗലം, 24 ജിദ്ദ. വൻ നേട്ടവുമായി ബോൾട്ട് ടാക്സി ബുക്കിംഗ് ആപ്പ് ഇതുവരെ ദുബായിൽ പൂർത്തിയാക്കിയത് 10 ലക്ഷം യാത്രകളെന്ന് ദുബായ് ടാക്സി കോർപ്പറേഷൻ അറിയിച്ചു. ഡിസംബറിലാണ് ദുബായിൽ ബോൾട്ട് സേവനം ആരംഭിച്ചത്. ദുബായിൽ പൊതുഗതാഗത യാത്രകൾ കൂടുതൽ സൗകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ UAEയുടെ ദേശീയ ദിനത്തിലാണ് ബോൾട്ട് സേവനം ദുബായിൽ ലഭ്യമായി തുടങ്ങിയത്. ദുബായ് ടാക്സി കോർപ്പറേഷനുമായി ചേർന്നാണ് ബോൾട്ട് സേവനം ലഭ്യമാക്കുന്നത്. സേവനം തുടങ്ങി ഇതുവരെ 10 ലക്ഷം യാത്രകൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര വലിയ നേട്ടം സ്വന്തമാക്കാനായത് വലിയ കാര്യമായി കരുതുന്നുവെന്ന് ദുബായ് ടാക്സി കമ്പനി CEO മൻസൂർ ഫലാസി പറഞ്ഞു. ഡ്രൈവറെ ട്രാക്ക് ചെയ്യാനും പണമടയ്ക്കാനും ബോൾട്ട് ആപ്പിലൂടെ എളുപ്പത്തിൽ സാധിക്കുന്ന തരത്തിലാണ് സേവനം ക്രമീകരിച്ചിരിക്കുന്നതെന്നും അടുത്ത ഏതാനും വർഷങ്ങൾക്ക് എമിറേറ്റിലെ 80% ടാക്സി യാത്രകളും ഹെയിലിംഗ് ആപ്പുകൾ വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. നിലവിൽ 18,000 ഡ്രൈവർമാരാണ് ദുബായ് ബോൾട്ടിനുള്ളത്. ലോകമെമ്പാടുമുള്ള 50 രാജ്യങ്ങളിലെ 600-ലേറെ നഗരങ്ങളിൽ ബോൾട്ട് നിലവിലുണ്ട്. 24 ദുബായ്. ജിദ്ദയിൽ തിരുവനന്തപുരം സ്വദേശി സംഗമത്തിന് 20ാം വാർഷികാഘോഷം അനന്തോത്സവം 2025 നാളെ നടക്കും. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ വൈകിട്ട് 6 മുതലാണ് പരിപാടികൾ. പിന്നണി ഗായകരായ അഞ്ജു ജോസഫ്, അക്ബർ ഖാൻ എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്നും TSS അംഗങ്ങളും കുട്ടികളും ജിദ്ദയിലെ പ്രമുഖ കലാകാരന്മാരും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും. വിവിധ മേഖലയിൽ മികവ് പുലർത്തുന്നവർക്കുള്ള പ്രതിഭാ പുരസ്കാരങ്ങൾ പരിപാടിയിൽ വിതരണം ചെയ്യും. ജീവകാരുണ്യ മേഖലയിൽ മസൂദ് ബാലരാമപുരം, കലാസാഹിത്യ മേഖലയിൽ രജിത വീരാൻ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ. TSS സ്ഥാപക നേതാവ് സജീർ കണിയാപുരം, നബീൽ എന്നിവരെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും. പ്രസിഡന്റ് തരുൺ രത്നാകരം, ജാഫർ ഷെരീഫ്, ഷാഹിൻ ഷാജഹാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അമരക്കുരിയിൽ പിടിയിലായ കടുവയെ ഇപ്പോൾ കൂട്ടിലാക്കി, ആ കൂട് ലോറിയുടെ കാരിയറിലാക്കി ഇപ്പോൾ ഇരുളത്തേക്ക് കുപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിശ്രമകരമായി പിടികൂടിയ കടുവയെ തിരിച്ചു കൂട്ടിൽ ട്രാക്ടറിലേക്ക് കയറ്റാനും അത്ര തന്നെ ശ്രമകരമായിരുന്നു. കാരണം വനത്തിനുള്ളിൽ, കാടിനുള്ളിൽ, വളരെ ഡെൻസ്ലി ആയ ഒരു ഫോറസ്റ്റിനുള്ളിലാണ് അത് കുടുങ്ങിയിരുന്നത്. ഡൽഹി IITയുടെ അബുദാബി ക്യാമ്പസിലേക്കുള്ള 2025-26 വർഷത്തേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, എനർജി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ ബിടെക് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. JEE അഡ്വാൻസ്, കമ്പൈൻഡ് അഡ്മിഷൻ, എൻട്രൻസ് ടെസ്റ്റ് എന്നീ പ്രവേശന പരീക്ഷകളിൽ ലഭിച്ച സ്കോർ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. പരീക്ഷാ മാനദണ്ഡങ്ങളും മറ്റ് വിശദാംശങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഓഗസ്റ്റിലാണ് ആ ക്ലാസുകൾ ആരംഭിക്കുക. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.